ഇടത് സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ഇമേജായിരുന്നു ADGP MR അജിത് കുമാറിനുണ്ടായിരുന്നത്. പക്ഷേ ഒരു സന്നിഗ്ധ ഘട്ടം വന്നപ്പോൾ മുഖ്യമന്ത്രി കൈവിട്ടു എന്ന് പറഞ്ഞാൽ ADGP തെറിച്ചു. അല്ല, സന്നിഗ്ധ ഘട്ടം വന്നപ്പോഴെന്ന് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. അത് ഉന്നയിച്ചിരിക്കുന്ന ഇടതുപക്ഷ പിന്തുണയുള്ള അല്ലെങ്കിൽ CPMൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത CPMകാരനായ അൻവറാണ്, PV അൻവർ. അൻവർ കുറച്ച് കാലമായി നടത്തുന്ന ഒരു പോരാട്ടം, യഥാർത്ഥത്തിൽ ഈ പോരാട്ടം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള പോരാട്ടമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ CMOയിലാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത്. CMOയുടെ വിശ്വസ്തനാണ് MR അജിത് കുമാർ. അദ്ദേഹം ADGP ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ് DGPയേക്കാൾ പവറുള്ള സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണെന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ അജിത് കുമാറിനെ അങ്ങോട്ട് വിടണ്ട എന്ന് ദർവേഷ് സാഹിബ് തീരുമാനിച്ചു. DGP മറ്റു ചില ഉദ്യോഗസ്ഥർ വിട്ടു. മുഖ്യമന്ത്രി അപ്പം തന്നെ ഇടപെട്ടു. അജിത് കുമാർ പോയി. പ്രധാനമന്ത്രി വന്നപ്പോൾ മറ്റേ മിലിറ്ററി യൂണിഫോം പോലെയുള്ള യൂണിഫോം ഇട്ടത് പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് MR അജിത് കുമാറാണ്, ADGP ആണ്. DGP എവിടെയാണ്? DGP കാണാനില്ല. കുറച്ച് കാലമായി ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP എന്നൊരു പോസ്റ്റ് വന്നതിന് ശേഷം സത്യത്തിൽ കേരളത്തിൽ കഴിഞ്ഞൊരു 10 വർഷമായി പിണറായി വിജയൻ്റെ കാലത്ത് DGPമാർക്കൊരു വിലയില്ല. കാരണം DGP ആയിട്ട് ഒരാളെ എങ്ങനെ തട്ടക്കെറ്റിയിരുത്തും, എന്നിട്ട് ADGP ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ് വേറൊരാളെ വെച്ച് കാര്യങ്ങൾ നടത്തും. അജിത് കുമാറിന് മുമ്പ് നമ്മൾ മനോജ് അബ്രഹാമിൻ്റെ കാര്യത്തിൽ കണ്ടു, ADGP ലോ ആൻഡ് ഓർഡർ. ശബരിമല കാലത്തൊക്കെ അദ്ദേഹം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. കേരള പോലീസിൻ്റെ ഇമേജ് ഏറ്റവും കൂടുതൽ വഷളായ ഒരു കാലമായിരുന്നു ശബരിമല കാലത്ത് അദ്ദേഹം കാണിച്ച അനുചിതമായ ചില പ്രവൃത്തികൾ. ശബരിമല നിലയ്ക്കൽ അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഓർഡറാതൊക്കെ പറഞ്ഞ് അയ്യപ്പ ഭക്തരെ തല്ലി ഓടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുന്നത്, ഇപ്പോൾ അജിത് കുമാറിനെതിരെ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ അദ്ദേഹം 12,000 സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ വെച്ചു എന്നൊക്കെയാണ്. എനിക്ക് അജിത് കുമാറിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, സിനുവിൻ്റെ അറിവിലേക്ക് പറയാം. ഞാനിവിടെ കേരളമോദിയുടെ യൂണിറ്റ് ചീഫായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സബ് എഡിറ്ററായിരുന്ന ലെനിന്, ലെനിൻ, അത് ഇപ്പോഴും ഉണ്ട്, ഇപ്പോൾ ന്യൂസ് എഡിറ്ററാണ്. ലെനിന് രാത്രി ഒരു അസുഖകരമായൊരു സംഭവം ഉണ്ടായി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മദ്യപിച്ച് ലെനിനെ മർദ്ദിക്കുകയും ലെനിൻ്റെ കൈ പൊട്ടലേക്കുകയും ചെയ്തു. വലിയ വാർത്തയൊക്കെയായി. മാധ്യമപ്രവർത്തനം മർദ്ദിച്ചു. അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ലെനിനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എറണാകുളത്ത് റേഞ്ച് IG ആണ് അജിത് കുമാർ. അപ്പോൾ അജിത് കുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ലെനിനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ലെനിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ അജിത് കുമാർ തനിച്ച്, അദ്ദേഹം താഴെ വന്നിട്ട് ലിഫ്റ്റിൽ തനിച്ച് മുകളിൽ കയറി വന്നു ലെനിനെ കണ്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം താഴത്തേക്ക് പോകുമ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി ഒരു മര്യാദയ്ക്ക് ആ വണ്ടിയെ കയറ്റി വിടണം. കാരണം നമ്മുടെ ഒരു സഹപ്രവർത്തനെ കാണാൻ അദ്ദേഹം IG ആയിരിക്കെ, ഒരു ലോക്കൽ പോലീസ് SI ഒന്നുമല്ല, IG നേരിട്ട് വന്നല്ലോ, മാധ്യമപ്രവർത്തകൻ എന്നുള്ള പരിഗണന വെച്ച് വന്നതാണ്. അങ്ങനെ ലിഫ്റ്റിൽ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ കണ്ടു. സാംസങ്ങിൻ്റെ ഒരു ഫോണോ മറ്റോ ആയിരുന്നു. അതിൻ്റെ ഗ്ലാസ് മുഴുവൻ പൊട്ടിച്ചിന്തിയിരിക്കുകയാണ്. എറണാകുളം റേഞ്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഗ്ലാസ് മുഴുവൻ പൊട്ടിപ്പോയില്ലോ എന്ന്. അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞ, ഇപ്പോഴല്ല, അത് ഇവിടെ റേഞ്ച് IG ആയിരുന്ന സമയത്താണ്, 15 വർഷം മുമ്പാണ്, 10 വർഷത്തിന് മുകളിലാണ്. അതുപോലെ ഇതിൻ്റെ ഗ്ലാസ് മാറ്റാൻ 17,000 രൂപ വേണം ഫോണിൻ്റെ. അതുകൊണ്ട് പോകുന്നത്രയും കാലം പോട്ടേത്. അങ്ങനെ പറഞ്ഞൊരു അജിത് കുമാറിനെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ, ഈ അൻവർ പറഞ്ഞ പോലെ, അദ്ദേഹത്തിന് ഒരു തൊലിപ്പുറത്ത് ഒരു അസുഖമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ സ്ലീപ്പൊക്കെ ഇട്ടൊക്കെ നടക്കുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെയാണ്. ഇപ്പോൾ ഏതാണ്ടൊക്കെ അത് മാറിയെന്ന് തോന്നുന്നു. അതിന് ഈ വൻപാല എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കറയൊക്കെ നല്ലതാണെന്നൊക്കെ ഞാൻ അക്കാലത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുള്ളി അത് അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ട്. അത് പോട്ടെ, അതല്ലേ ഇപ്പോൾ അൻവർ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അക്കാലത്ത് ഒരു മൊബൈലിൻ്റെ സ്ക്രീൻ പൊട്ടിയിട്ട് റേഞ്ച് IG 7,000 രൂപ വേണം എന്ന് കരുതി അത് മാറാതിരുന്ന ഒരു അജിത് കുമാറിനെ എനിക്കറിയാം. അവിടെ നിന്നാണ് 12,000 സ്ക്വയർ ഫീറ്റുള്ള വീട് കൊട്ടാരം വെക്കുന്നു എന്നുള്ള തരത്തിലുള്ള അജിത് കുമാർ. പിന്നെ അക്കാലത്ത് അദ്ദേഹം ഒരു ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന, അങ്ങനെ ഒരു കാര്യത്തിലും അധികം ഒന്നും ഇടപെടാതെയായിരുന്നു എറണാകുളം റേഞ്ചിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നു. വളരെ ലോ പ്രൊഫൈൽ, എല്ലാം കമ്മീഷനൊക്കെ ചെയ്തോളും. പുള്ളി ഒരു സൂപ്പർവിഷൻ പോലെ നിൽക്കുന്ന ഒരാളായിരുന്നു. അവിടുന്ന് മാറിയിട്ട് കേരള പൊളിറ്റിക്സിനെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു അജിത് കുമാറിലേക്കുള്ള മാറ്റം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അത്ഭുതമാണ്, അവിശ്വസനീയമാണ്. ഏതായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നു. ഇപ്പോൾ നോക്കൂ, അദ്ദേഹത്തെക്കുറിച്ച് അൻവർ പറഞ്ഞ 2 കൊലക്കേസുകൾ പറയുക. റിദാൻ എന്ന് പറയുന്ന ഇടമണ്ണയിലെ ഒരാളെ വെടിവെച്ച് വന്ന കേസ്. മറ്റെന്ന് പറയുന്നത് മാമി എന്ന് പറയുന്ന കോഴിക്കോട്ടൊരു ബിസിനസ്സുകാരനെ കാണാനില്ല കുറച്ചായിട്ട്, അയാളും കൊല്ലപ്പെട്ടു എന്നാണ്. ഇതൊക്കെ പരോക്ഷമായി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലേക്ക് അമ്പെയ്ത് വെക്കുകയാണ് അൻവർ ചെയ്യുന്നത്. മറ്റൊന്നും അവിടെ സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറത്തെ SP ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഒരു സ്പെഷ്യൽ ജില്ലാതല സ്ക്വാഡ് ഉണ്ടാക്കി. അതിൻ്റെ പേര് ഡാൻസർ, അതായത് ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സ്ക്വാഡ് ഉണ്ടാക്കി. അതായത് ഈ വിമാനത്താവളം വഴി വരുന്ന സ്വർണ്ണക്കടത്ത്,
കസ്റ്റംസ് പിടിക്കത്തില്ല എന്നറിയാം. നമ്മൾ പലപ്പോഴും കേൾക്കാറ് കസ്റ്റംസ് പിടിക്കാതെ കസ്റ്റംസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് വന്നപ്പോൾ പോലീസ് പിടിച്ചു. എങ്ങനെയാണ് കസ്റ്റംസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നത്? കസ്റ്റംസിന് അറിയാമായിരിക്കും. കസ്റ്റംസ് അങ്ങ് വിടുകയാണ്. കാരണം എന്താണെന്നറിയോ, അവിടെ വെച്ച് പിടിച്ചാൽ ഇത് മുഴുവൻ ക്യാമറ വരും. അതുകൊണ്ട് കസ്റ്റംസിലെ ചില ആളുകൾ ഇവരെ പുറത്തോട്ട് പോകാം, എന്നിട്ട് പോലീസിനെ വിളിച്ചു പറയും സാധനം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയും. പുറത്ത് നിൽക്കുന്ന പോലീസ് പിടിക്കും. പോലീസ് പിടിക്കുന്ന ഈ സാധനം ഷെയർ ചെയ്യും. കുറച്ച് കണക്ക്. അപ്പോൾ 100 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു 25 ബിസ്ക്കറ്റ് കാണിച്ചിട്ട് ബാക്കിയുള്ളത് പോലീസും കസ്റ്റംസും ഒക്കെ ആയിട്ട് വീതം വയ്ക്കും. ഇത് ഒരു അൺഹോളി നെക്സസ് കാലങ്ങളായി നടക്കുന്നതാണ്. എക്കാലത്തും കരിപ്പൂർ ഇതിൻ്റെ കേന്ദ്രമാണ്. കേരളത്തിലെ കള്ളക്കടത്തുകാരുടെ സാമ്രാജ്യമാണ് കരിപ്പൂര്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നറിയോ, ഇപ്പം നമ്മുടെ പുതിയ കണ്ണൂർ എയർപോർട്ട് എന്നൊരു കേന്ദ്രമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയണം, ഞാൻ ഇടയ്ക്ക് പറയാം. അതായത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ 60% ഇവരങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതിൻ്റെ പങ്ക് അജിത് കുമാറിന് കിട്ടുന്നുണ്ട്, സുജിത് ദാസിന് കിട്ടുന്നുണ്ടായിരുന്നു, കസ്റ്റംസുകാർക്കും കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ അൻവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യം. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഈ ഡാൻസ് ടീമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മയക്കുമരുന്ന്, ഡ്രഗ്സ് ഇതൊക്കെ പിടിക്കുക എന്നുള്ളതാണ്. അവരെന്തിനാണ് ഈ സ്വർണ്ണം അല്ല അതെ, അവർ മയക്കുമരുന്ന് പിടിക്കുന്നില്ല, സ്വർണം പിടിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യം, ഇപ്പോൾ കുറച്ചായിട്ട് സ്വർണം പിടിക്കുന്ന വാർത്ത പത്രത്തിൽ വരുന്നില്ലല്ലോ. ഇല്ല, വരുന്നില്ല. എന്താ കാര്യം അറിയോ? നമ്മുടെ IPC മാറിയിട്ട് പുതിയ നിയമം വന്നല്ലോ. അതിനകത്തൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ 1 കോടി രൂപ വരെയുള്ള സ്വർണം പിടിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുമായിരുന്നു. ഇപ്പോൾ സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി എത്ര കുറവാണേലും 10 വർഷം വരെ തടവ് കിട്ടും. അപ്പോൾ ഈ നിയമം മാറി, ജാമ്യമില്ല. അപ്പോൾ ഈയിടെ വന്ന ഒരാളെ പിടിച്ച് ജയിലിടുകയും ചെയ്തതോടുകൂടി സ്വർണ്ണക്കടത്ത് സ്വിച്ചിട്ട പോലെ നിന്നു. അതാണ് ഇപ്പോൾ അധികം വാർത്ത എല്ലാ ദിവസവും അങ്ങനെ. അതെ, പിടിച്ചു കഴിഞ്ഞാൽ അതിന് ടാക്സ് അടയ്ക്കുക, നിയമവിരുദ്ധമായി കൊണ്ടുവന്നതിന് സ്റ്റേഷൻ ജാമ്യം കിട്ടും. ഇപ്പോൾ പുതിയ ജൂലൈ 1 മുതൽ പുതിയ നിയമം വന്നപ്പോൾ, BNS വന്നപ്പോൾ കളി മാറി. 10 വർഷം തടവ് കിട്ടുന്ന ശിക്ഷയാണ്. ജാമ്യം കിട്ടൂല, കോടതി പോകണം, അറസ്റ്റ് ചെയ്താൽ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് ജാമ്യം കിട്ടാൻ വലിയ പണിയാണ്. 10 വർഷം വരെ കിട്ടുന്ന ശിക്ഷയായില്ലേ. അതുകൊണ്ട് സ്വർണ്ണം കള്ളക്കടത്തുനിന്ന് കുറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഇത്തരം കുറേ നമുക്ക് അവിശ്വസനീയമായ കൊലപാതകം, കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഇതിനിടയ്ക്ക് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ഒരു സംഘം, ഒരു ആക്സിഡൻറ്റിൽ 5 പേര് മരിച്ചൊരു കേസുണ്ട് കോഴിക്കോട്. അതുമെല്ലാം ഈ അജിത് കുമാറിൻ്റെ തലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ആര്? അൻവർ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ മേഖലയിൽ, പിന്നെ ഈ തില്ലങ്കേരി സംഘം ഉണ്ടല്ലോ, സ്വർണം പൊട്ടിക്കൽ ഗ്യാങ്, അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഈ രാഷ്ട്രീയവും അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ ദാവൂദ് ഇബ്രാഹിമാണ് അജിത് കുമാർ എന്ന്. ഇങ്ങനെയൊക്കെ ഒരു നാരേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആര്? അൻവർ. അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ P. ശശിയാണെന്നുകൂടി അൻവർ പറയുമ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവാതെ പോകുന്നത്. കാരണം ശശി എന്ന് പറയുന്നത് CPM-ൻ്റെ നോമിനിയാണ്, അല്ലേ? CPM-ൻ്റെ പ്രതിനിധിയായിട്ടാണ്. CPM-ൻ്റെ നോമിനി എന്ന് പറയണ്ട, CPM-ലെ ചിലർ പറയുന്നത് പാർട്ടിയുടെ നോമിനിയല്ല, അത് പിണറായി വിജയൻ്റെ നോമിനിയാണ്. പിണറായി വിജയൻ്റെ 2 നോമിനികളിൽ ഒരാളാണ് ശശിയും അജിത് കുമാറും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CPM-നെ പിണറായി വിജയനെ, CPM-നെ വിടണ്ട, പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഓഫീസർ MR അജിത് കുമാറാണ്. കാരണം അദ്ദേഹം മാത്രമല്ല, ഈ മറ്റേ കോടിയേരിയുടെ അമേരിക്കൻ നിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് ഒരാൾ വന്നു നടത്തിയ വെളിപ്പെടുത്തലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരു കേസ് പോലും എടുക്കാതെ പോയി. അങ്ങനെ ഈ കാര്യത്തിലൊക്കെ വളരെ കാര്യമായി തിരുവനന്തപുരത്ത് നിന്ന് സ്വപ്നയെ കോവിഡ് കാലത്ത് ബാംഗ്ലൂർക്ക് വരെ പോകാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ അന്ന് കേരള പോലീസിൻ്റെ ഒത്താശയോടെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം അജിത് കുമാറിൻ്റെ പെടലിക്കാണ് വന്ന് വീണിരിക്കുന്നത്. നേരോ ശരിയോ എന്തെങ്കിലും ആവട്ടെ, പക്ഷേ അജിത് കുമാറിൻ്റെ വളർച്ച അഭൂതപൂർവമായ വളർച്ചയാണ്. കേരള പോലീസിലെ മറ്റെല്ലാവരെയും മറികടന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം വളർന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ് പോലീസ് ആസ്ഥാനത്ത് AIG എന്നൊരു പോസ്റ്റുണ്ട്. AIG ശരിക്കും ഈ പോലീസ് നിയമപ്രകാരം AIG ഇല്ല, സാങ്കേതികമായി അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒരു സൗകര്യത്തിന് ഉണ്ടാക്കി വെക്കുന്ന പോസ്റ്റാണ്, ഒരു ചുമതല. അതായത് DGPയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റാണ് AIG. IG-മാരല്ല, ചിലപ്പോൾ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പോലും AIG എന്ന് പറഞ്ഞ് നിയമിക്കപ്പെടാറുണ്ട്. എനിക്കറിയാവുന്ന ഒരാൾ, എൻ്റെ സുഹൃത്തായിരുന്ന ഒരാൾ AIG ആയിരുന്നു, പക്ഷെ അദ്ദേഹം SP ആയിരുന്നു. അപ്പോൾ DGPയെ സഹായിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ AIG എന്ന പോസ്റ്റിൽ വെക്കുന്നതാണ്. ഇത് പണ്ട് IG-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരള പോലീസിൽ. ചന്ദ്രശേഖരൻ നായർ സ്റ്റഡി ഉണ്ടല്ലോ, ഒരു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. അത് മാറിയിട്ടാണ് പിന്നീട് കരുണാകരനാണ് ഈ DGP-മാരെ ഉണ്ടാക്കിയതും. ഒന്നിലേറെ DGP-മാരെ മുട്ടിട്ട് നടക്കാൻ വയ്യ, അതുപോലെ DGP-മാർ കേരളത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പോസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ IG-മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് AIG ഉണ്ടായിരുന്നത്. അതെല്ലാം IG-മാരെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് DGP-മാരായപ്പോഴും അവരെന്ത് ചെയ്തു, ഒരു AIG വെക്കുമായിരുന്നു. പക്ഷേ അത് DGPക്ക്, സ്റ്റേറ്റ് പോലീസ് ചീഫിന് മാത്രമായിരുന്നു AIG ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി ADGP അജിത് കുമാറിനും ഒരു AIG ഉണ്ട്.
ഉണ്ട്. മുൻകാലത്ത് ഇത് പതിവില്ലാത്തതാണ്. എന്തിനേറെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളെയും സംബന്ധിച്ചുള്ള ചില സർക്കുലറൊക്കെ DGP അറിയാതെ അജിത് കുമാർ ഇറക്കി. അത് DGPക്ക് ദർവേഴ്സിന് താല്പര്യമില്ല, ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ DGPയും ADGPയും തമ്മിലൊരു ടഗ് ഓഫ് വാർ കുറച്ച് കാലമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും വെയിറ്റേജ് ആർക്കായിരുന്നു? അജിത് കുമാറിനായിരുന്നു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എല്ലാ സഹായവും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അജിത് കുമാറാണ് ഇപ്പോൾ വീഴുന്നത്. അപ്പം പിണറായി വിജയനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, പിണറായിയുടെ കൂടെ നിന്നിട്ടുള്ള ആളെ ഏതറ്റം വരെ പോയും സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യം പിണറായി വിജയനുണ്ട്. അങ്ങനെ ഇപ്പോൾ പിണറായിയുടെ വിശ്വസ്തനായിരുന്ന പോലീസ് മേധാവി വീഴുന്നു. അൻവറിൻ്റെ പീരങ്കി അടുത്തത് ഉന്നം വെക്കുന്നത് P ശശിയാണ്. P ശശിക്കെതിരെ ഇന്ന് പക്ഷേ കാര്യമായ ആക്രമണമൊന്നും അജിത് കുമാർ നടത്തിയിട്ടില്ല. പഴയ ആരോപണങ്ങൾ എയറിൽ കിടക്കുന്നതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചാൽ ഒരുപക്ഷെ ശശിയെയും മുഖ്യമന്ത്രി കൈവിടുമോ? ശശി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ല, പൊളിറ്റിക്കൽ പിണറായി വിജയൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാനാണ് അല്ലേ? അല്ല, രാഷ്ട്രീയമായി നടക്കുന്ന കാര്യങ്ങൾ അത് വ്യാഖ്യാനിച്ച് വിലയിരുത്തി നമ്മൾ പൊളിറ്റിക്കലി എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്ന് എല്ലായ്പ്പോഴും പാർട്ടി സെക്രട്ടേറിയറ്റോ ഒക്കെ കൂടിയിട്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു കൂടിയാലോചന നടത്തി പൊളിറ്റിക്കലി എങ്ങനെ പോകണമെന്ന് അഡ്വൈസ് ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ വിഭാഗീയത CPM-ൽ നടമാടിയിരുന്ന കാലത്ത് VS-ഉം അച്യുതാനന്ദനും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് പോരാടിയിരുന്നപ്പോൾ കേരളത്തിൽ ഭരണം നടത്തിയിരുന്നത് ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഇന്ന് ശശിയാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുന്ന പോലെ അന്ന് രണ്ടുപേരുടെ പേരാണ് പറഞ്ഞിരുന്നത്. അന്ന് അഡ്വക്കേറ്റ് ജനറലായിരുന്ന MK ദാമോദരനും P ശശിയും കൂടിയാണ് കേരളം ഭരിച്ചതെന്ന് അലിഗേഷൻ ഉണ്ടായിരുന്നു. ഐസ്ക്രീം പാർലർ കേസിൽ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ആയിരുന്ന കല്ലട സുകുമാരൻ VS-ൻ്റെ ആളായിരുന്നു. ശശിയും ദാമോദരൻ വക്കീലും അഡ്വക്കേറ്റ് ജനറലും പിണറായിയുടെ ആളുകൾ ഇവർ തമ്മിൽ വലിയൊരു മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിണറായിയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട്, പിണറായി സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, താല്പര്യങ്ങൾക്കെതിരായിട്ട് ഐസ്ക്രീം പാർലറിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കുണ്ടെന്നുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ്, അതും DGP എന്ന് പറഞ്ഞത് കല്ലട സുകുമാരൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതും AG അതിൽ കയറി വെട്ടിയിട്ട്, കാരണം AG ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് എന്നുള്ളൊരു പോസ്റ്റ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം കരുണാകരൻ്റെ കാലത്തുണ്ടാക്കിയൊരു പോസ്റ്റാണ്. കരുണാകരന് വിശ്വസ്തനായ ഒരാളെ ഒരു പോസ്റ്റിൽ ഇരുത്തണം, ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട പോസ്റ്റ്. AG ആണ് സർക്കാരിൻ്റെ എല്ലാ കേസുകളും നോക്കുന്ന ഭരണഘടനാ പദവിയാണ് AG. കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡ്വക്കേറ്റ് ജനറലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭരണഘടനാ പദവിയിൽ ഒരു AG വെച്ചു. അപ്പോൾ തനിക്ക് വേണ്ടപ്പെട്ടൊരു വക്കീലിനെ ഒരു പൊസിഷൻ കൊടുക്കണം. അപ്പോൾ ക്രിമിനൽ കേസുകൾ നോക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് കൊടുത്തു. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ക്രൈംസ് എന്നാണെന്ന് ആദ്യം തീരുമാനിച്ച പേര്. പക്ഷേ ആ പോസ്റ്റിലേക്ക് വന്ന ആൾ, ഞാൻ പേര് പറയാത്ത മനപ്പുറമാണ്, പോസ്റ്റിലേക്ക് വന്ന ആൾ പറഞ്ഞു അഡ്വക്കേറ്റ് ജനറൽ ക്രൈംസ് എന്ന് വേണ്ട. AG-ക്കും അഭിപ്രായ വ്യത്യാസം വന്നു. അഡ്വക്കേറ്റ് ജനറൽ ക്രൈംസ് എന്ന് പറഞ്ഞാൽ AG ഇനി അഡ്വക്കേറ്റ് ജനറൽ ക്രൈംസുമായി ബന്ധപ്പെട്ട കേസുകളിൽ നോക്കേണ്ട എന്നൊരു ധ്വനി വരും. അഡ്വക്കേറ്റ് ജനറലിന് ഏത് കേസിൽ നോക്കാം. അഡ്വക്കേറ്റ് ജനറലിൻ്റെ അധികാരം അനുസരിച്ച് അദ്ദേഹത്തിന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാം, നിയമസഭയിൽ പങ്കെടുക്കാം. ഇങ്ങനെ വിപുലമായ അധികാരങ്ങളുള്ള ഒരു പോസ്റ്റാണ് അഡ്വക്കേറ്റ് ജനറൽ. അത് നമ്മൾ കരുതുന്ന പോലെ സർക്കാരിൻ്റെ ഒരു വക്കീലൊന്നുമല്ല, വാസ്റ്റ് പവറുള്ള ഒരു ഓഫീസാണ്. കാരണം എറണാകുളത്തെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ലൈസൺ ഓഫീസറുണ്ട്. എന്ന് വെച്ചാൽ ഒരു മിനി സെക്രട്ടേറിയറ്റാണ് AG-യുടെ ഓഫീസ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റും അവിടെയുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ അപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ ഈ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടാൻ പോകുന്ന ആൾ തന്നെ പറഞ്ഞു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. ചുരുക്കി പറയുമ്പോൾ DGP എന്നായി. അങ്ങനെ ഉണ്ടാക്കിയ പോസ്റ്റാണ്. അപ്പോൾ DGP ആയിരുന്ന കല്ലടയും AG-യും തമ്മിലുള്ള ഒരു വലിയ ടഗ് ഓഫ് വാർ VS-ഉം പിണറായിയും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ ആരോപണ വിധേയനായിരുന്നു ആര്? P ശശി. അപ്പോൾ പിന്നെ ശശിക്കെതിരെ ഒരു കേസ് വന്നു, അറിയാമല്ലോ, ഒരു സ്ത്രീ പീഡന കേസൊക്കെ പാർട്ടിക്കുള്ളിൽ വന്നു. അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ മകളുമായി ബന്ധപ്പെട്ടാണെന്ന് വന്നു. അങ്ങനെ അദ്ദേഹം പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. ഈ അടുത്ത കാലത്ത് ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തി. അത് ശരിയോ തെറ്റോ എന്നറിയില്ല. പാർട്ടി പറയുന്നത് അങ്ങനെ സംഭവം ഇല്ല എന്നുകൊണ്ട് ശശിയുടെ ഒരു വനവാസം കഴിഞ്ഞ് വക്കീലായി പിണറായി വിജയൻ്റെ എക്കാലത്തെയും ഏറ്റവും വിശ്വസ്തനായ ആളെ എടുത്ത് പിക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ രണ്ടുപേർ, പൊളിറ്റിക്കൽ സെക്രട്ടറി, ADGP, അതിൽ ഒരു വിക്കറ്റ് വീണു. അടുത്ത വിക്കറ്റ് ശശിയാണ്. ശശി വീഴുമോ എന്നെനിക്കറിയില്ല. ശശിയെ വീണാൽ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വീണു എന്നാണ്. ഇനി പിണറായി അറിയാതെ ശശി നടത്തിയ ചില നീക്കങ്ങളാണെങ്കിലോ, ADGP-യും ശശിയും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ പിണറായി അറിയിക്കാതെ അങ്ങനെ ഒരു നീക്കം നടത്തിക്കൂടെ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പിണറായിയെ സംബന്ധിച്ച് അക്കാലത്തും പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന നായനാർ അറിയാതെ ശശി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷേ അന്ന് നായനാർക്ക് ഈ അസുഖത്തിൻ്റെ പ്രശ്നവും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു, പ്രായത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ അക്കാലത്തും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയനുമായി ഏറ്റവും നല്ല ബന്ധമായിരുന്നു. അല്ല, നോക്കൂ, CPM-ൽ ഇത്രയും ഒരു ആരോപണത്തിൽപ്പെട്ട് പുറത്തേക്ക് പോയ ഒരാളെ 3 മാസം 4 മാസം 5 മാസം 6 മാസം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 6 വർഷം 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർ
പിണറായി വിജയൻ വീണ്ടും തൻ്റെ സർക്കാരിൻ്റെ കാലത്ത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്രമാത്രം വിശ്വസ്തനായിരിക്കണം. പിണറായിയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ് ശശി. അതല്ല, ശശി വേറെ കാര്യമുണ്ട്. ശശി വ്യക്തിപരമായി പിണറായിക്ക് പറ്റിയ പിണറായിയുടെ മനസ്സറിഞ്ഞ്, നമുക്ക് ഒരു ടീം അങ്ങനെയാണല്ലോ, പിണറായിയുടെ മനസ്സറിഞ്ഞ് പിണറായി ഇച്ഛിക്കുന്നതനുസരിച്ച് പറയാതെ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ലീഡർ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഈ ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നു. ആരോപണങ്ങൾക്ക് രണ്ട് കാരണങ്ങളുണ്ടാവാം. ഒന്ന് വസ്തുത ഉള്ളതുകൊണ്ടും ഉണ്ടാവാം, പിന്നെ മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും വരാം. അപ്പോൾ ശശി എന്നുള്ള വിക്കറ്റ് വീണാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് പിണറായി വല്ലാതെ ദുർബലനായി എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഈ അൻവർ ഉന്നയിക്കുന്ന കാര്യം, അൻവറിൻ്റെ ക്രെഡൻഷ്യൽസ് ഒന്നും നല്ലതല്ല. അൻവറിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, തനി ഗുണ്ടായുസം, പരമ അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനം, ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നതിന് നിരക്കുന്നൊന്നുമല്ല. ഒരു മര്യാദയില്ലായ്മ, ഒരു ഗൂണ്ട എന്ന തരത്തിലാണ് ഇദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ അദ്ദേഹത്തിൻ്റെ ചില അന്ധഭക്തരായ ചില ആളുകൾക്ക് ആരാധന തോന്നും എന്നല്ലാണ്ട് ഒരു നിഷ്പക്ഷമതിയായ ഒരാൾക്ക് ഒരു തരത്തിലും ഒരു ക്രെഡിറ്റ്സ് കൊടുക്കാവുന്ന ഒരു ക്യാരക്ടറല്ല അൻവർ. പക്ഷേ അൻവർ ഇപ്പോൾ കാണിക്കുന്ന മുഴുവൻ പാർട്ടിക്ക് പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് സൈബർ സഖാക്കളായിരുന്നു ഇത്രയും നാൾ. അതെ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതെന്തൊക്കെ സംഭവിച്ചാലും ഇതുകൊണ്ട് പാർട്ടിക്ക് വല്ലാത്ത പരിക്കേൽപ്പിച്ചു. കാരണം പിണറായി വിജയൻ കഴിവുകെട്ട ഒരു ആഭ്യന്തരമന്ത്രിയാണെന്ന് സമ്മതിച്ചു കൊടുക്കലാണ് ഇതിൻ്റെയൊക്കെ ഫലം, അല്ലേ? അതെ. കാരണം ഈ സംസ്ഥാനത്തെ പോലീസിൻ്റെ ഉന്നത സ്ഥാനീയനായ ഒരാൾ ഇങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത്, കൊലപാതകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് മറ്റൊന്നുകൂടി വളരെ ഗുരുതരമായ കാര്യമാണ്, സൈബർ ഡോമിൽ, സൈബർ സെല്ലിൽ അദ്ദേഹം സ്വന്തമായി ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് കേരളത്തിലെ മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയക്കാർ, മാധ്യമപ്രവർത്തകർ ഇവരുടെയൊക്കെ ഫോൺ ചോർത്തെന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായ ആരോപണമാണ്. അത് കാരണം CPM-ൻ്റെ നയം എന്ന് പറയുന്നത് ഈ ഫോൺ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പീപ്പിൾസ് ഡെമോക്രസി എഡിറ്റോറിയൽ വരെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൽ ആളുകളുടെ ഫോൺ ചോർത്താൻ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ CPM-ന് വലിയ സെറ്റ് ബാക്കും തിരിച്ചടിയാണ്. കാരണം ഇത്തരം ആരോപണങ്ങളാണ് പെഗാസസിൻ്റെ പേരിലൊക്കെ മോദിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വല്ലാതെ ആഭ്യന്തര വകുപ്പ് നഗ്നമാക്കപ്പെട്ടു. അത് ഒരു പരാജയം തന്നെ. പിണറായി ഒരു മോശം ആഭ്യന്തരമന്ത്രിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. പക്ഷേ എന്നിട്ടും പരസ്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അൻവറിൻ്റെ ഒരു രോമം പറിക്കാൻ പോലും പിണറായിക്ക് കഴിയുന്നില്ല എങ്കിൽ അൻവറിനെ പിണറായിക്കും പാർട്ടിക്കും പേടിയാണ്, അല്ലേ? അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ അൻവറിൻ്റെ തോക്കിന് മുന്നിൽ ചൂളിപ്പോകുന്ന ഒരു പിണറായിയെ നമ്മൾ കാണുകയാണ്. പിണറായിയുടെ വാഴ്ച തീരുമോ ഇല്ലയോ എന്നത് നമുക്ക് ശശിയുടെ ഭാവിയിൽ നോക്കി നിശ്ചയിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.